പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരെ സൈന്യം വധിച്ചെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സ്ഥിരീകരണത്തിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. ഇനി സമാധാനത്തോടെ ഉറങ്ങാനാകുമെന്ന് മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയായ അസവരി ജഗ്ഗലെ പറഞ്ഞു. ഏപ്രിൽ 22-ന് നടന്ന ഭീകരാക്രമണത്തിൽ പിതാവ് സന്തോഷിനെ അസവരിക്ക് നഷ്ടമായിരുന്നു. ഇന്ന് ആ 26 പേർക്കും സമാധാനം ലഭിക്കുമെന്നും നമുക്കും സമാധാനത്തോടെ ഉറങ്ങാനാകുമെന്നും പഹൽഗാമിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയുടെ മകൾ ഐശ്വരി ജഗ്ദലെ പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിനും സർക്കാരിനും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ആ 26 പേർക്കും സമാധാനം ലഭിക്കും. ഇന്ന് നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. ഇത്തരമൊരു സംഭവം വീണ്ടും സംഭവിക്കരുതെന്നും രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓപ്പറേഷൻ മഹാദേവ് പോലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരണം, ജഗ്ദാലെ വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. സൈന്യത്തിന് നന്ദി പറയുന്നതായി കൊല്ലപ്പെട്ട കസ്തൂഫ് ഗൺബോട്ട് എന്നയാളുടെ ഭാര്യ സംഗീത ഗൺബോട്ട് പ്രതികരിച്ചു. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ പിടികൂടി കൊല്ലുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവർ കൊല്ലപ്പെട്ടു. ഞാൻ സൈന്യത്തിന് നന്ദി പറയുന്നു, സംഗീത ഗൺബോട്ട് പറഞ്ഞു. ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നിയെന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട പ്രശാന്ത് കുമാർ സത്പതിയുടെ ഭാര്യ പ്രിയദർശിനി ആചാര്യ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം സ്വീകരിച്ച നടപടി ശരിയാണെന്നും പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുന്നതായും അവർ കൂട്ടിച്ചേർത്തു. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ സുലൈമാൻ ഉൾപ്പെടെ 3 ഭീകരരെയാണ് തിങ്കളാഴ്ച സൈന്യം വധിച്ചത്. ഹർവാനിയിലെ മുൾനാർ പ്രദേശത്ത് നടന്ന സൈന്യത്തിന്റെയും അർദ്ധ സൈനിക വിഭാഗത്തിന്റെയും പ്രാദേശിക പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. സൂത്രധാരനായ സുലൈമാന് പുറമെ അഫ്ദാൻ, ജിംറാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് ഭീകരർക്കെതിരായ നീക്കം സൈന്യം നടത്തിയതെന്നും അമിത് ഷാ പറഞ്ഞു. ആർമിയുടെയും CRPFന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും സംയുക്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരവാദികളെ വധിച്ചെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ അമിത് ഷാ പറഞ്ഞു. ലഷ്കർ-e-തോയ്ബയുടെ A കാറ്റഗറി കമാൻഡറാണ് സുലൈമാൻ. അഫ്ഗാൻ ലഷ്കർ-eയുടെ A കാറ്റഗറി ഭീകരവാദിയാണ് ജിബ്രാൻ. ബൈസറൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഈ 3 പേരെയും ഇല്ലാതാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ലോക്സഭയിലെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ച് കോൺഗ്രസ് MP തരൂരും രംഗത്തെത്തിയിരുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് അമിത് ഷാ സഭയിൽ പറഞ്ഞു. പഹൽഗാം ആക്രമണം നടത്തിയ സുലൈമാൻ, അഫ്ഗാൻ, ജിംറാൻ എന്നീ 3 പേരെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചത്. എന്തായാലും അമിത് ഷായുടെ പ്രസംഗത്തെ BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ് സ്വീകരിച്ചത്. ഇതിനിടയിലാണ് തരൂരും കൈയടികളോടെ മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തത്.